ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈക്ക് ടാരോ. ഓക്കെ, ലേശം ലേറ്റ് ആണ് ഇന്നത്തെ റീഡിങ്. ഓക്കെ, ഗൈഡൻസിന് ഇടുന്നുണ്ട് എന്തായാലും. ഇപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ വരുന്ന ലൈക്ക് ഇന്നിപ്പോൾ ഏപ്രിൽ സ്റ്റാർട്ടായില്ലേ. ഓക്കെ, നമുക്ക് ഈ മന്തിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഈ മന്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഏപ്രിൽ മാസത്തെ ഒരു ഗൈഡൻസ് റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ. 7 of Pentacles ഉണ്ട്, ഡെത്ത് കാർഡാണ്, 4 of Pentacles, Queen of Wands, Magician, okay, overall energy is Temperance card, Queen of Pentacles, 7 of Swords, Hermit, and Lover's energy and Sun card. Strength ഉണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ആദ്യം തന്നെ ഇവിടെ കാണുന്ന 7 of Pentacles പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യത്തിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഫൈനൽ നമുക്കിവിടെ സൺ കാർഡാണ്. ഓക്കെ, ഓവറോൾ ഔട്ട്കം നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. പക്ഷെ മേ ബി അത് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സ്ലോ ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ മണി ഇൻവെസ്റ്റ്മെൻറ്റ് ആയാലും ശരി, ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ വിചാരിച്ചത്ര ഒരു ഗ്രോത്ത് ചിലപ്പോൾ അതിൽ കണ്ടുവെന്ന് വരില്ല. ഓക്കെ, ജോലിയിലൊക്കെ നിങ്ങൾ എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ദാറ്റ് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്ന കാർഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്പം ക്ഷമ വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ സൺ കാർഡ് ഉണ്ട് ഫൈനൽ. ഓക്കെ, ഒരു പോസിറ്റീവ്നെസ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സമയമെടുക്കും. കുറച്ച് കാര്യങ്ങളുടെ ഇടയിൽ നടക്കാനുണ്ട്, അതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ലൈക്ക് ആങ്ഷ്യസ് ആവണ്ട, നിങ്ങൾ വിട്ട് കളയണ്ട. ഓക്കെ, നിങ്ങളതിന് വേണ്ടി ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഡെത്താണ് കാണുന്നത്. എനിക്ക് ചില മാറ്റങ്ങൾ വരുന്നതായിട്ടാണ്, നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻസ് മാറാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതിപ്പോൾ ചിലപ്പോൾ ജോലി മാറലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം സ്ഥലം മാറലായിരിക്കാം, എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊരു മേജർ കാർഡാണ്, മേജർ അർക്കാനയാണ്. മജീഷ്യൻ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും. ഓക്കെ, ബട്ട് അതിനു വേണ്ടി ചില മാറ്റങ്ങൾ വരാനുണ്ട്, സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ചിലത് മാറാനുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യരുത് എന്നൊരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യൂ. ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടാവാം നല്ലതാണ് എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആക്ച്വലി നിങ്ങളുടെ തന്നെ സ്വന്തം കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ചില ടാലൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, പാട്ടോടാൻ എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അതിന് വേണ്ടി ലേശം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഇവിടെ ഒരു പേടി കാണുന്നുണ്ട്. എനിക്ക് 7 of Swordsഉം 4 of Pentaclesഉം ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആരെങ്കിലും ചതിക്കുകയോ ചീറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, നമ്മളിപ്പോൾ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോഴും തന്നെ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയർ എല്ലാം ഓക്കെ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ്. ബിക്കോസ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പേടിയുണ്ട്, നിങ്ങൾ ചതിക്കപ്പെട്ടാലോ ചീറ്റ് ചെയ്യപ്പെട്ടാലോ എന്നുള്ളത്. ഓക്കെ, ഗ്രോത്ത് സ്ലോ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ ബന്ധത്തിലായാലും ശരി, നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് അധികം കാണുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു പേടിയുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ ചെയ്യുന്നില്ല, ഞാൻ മാത്രമാണ് എപ്പോഴും ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ലൈക്ക് ഞാനാണ് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ആയാലും ശരി, ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതൽ എഫേർട്ട് ഇടുന്നത് എല്ലാത്തിലും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നോക്കാനും. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലൊരു പേടി ഉണ്ട്, അതായത് നിങ്ങൾ ചതിക്കപ്പെട്ടാലോ എന്നൊരു പേടി. മേ ബി പാസ്റ്റിൽ ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആ ഒരു പേടി ഉണ്ടാക്കുന്നത് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല സംഭവിച്ചു കാണും. ഓക്കെ, അതിൻ്റെ ഒരു പേടി ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. പിന്നെ ഇവിടെ ക്വീൻ ഓഫ് വാൻസ് എനർജി ഉണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ടാലൻസ് ഉണ്ട്, നിങ്ങളുടെ കഴിവുകളുണ്ട്, അതിനെ ഹോൾഡ് ബാക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയും പറയാം.
യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കഴിവുകളുണ്ട് ഓക്കെ, അതിനെ നിങ്ങൾ തടഞ്ഞു വെക്കേണ്ട, നിങ്ങളെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട് ആക്ച്വലി. ഓക്കെ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നാണ്. എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം കിട്ടാനുള്ള ടാലൻസ് എല്ലാം നിങ്ങളുടെ കഴിവ് തന്നിട്ടുണ്ട്. ഇപ്പോൾ പഠിപ്പായാലും ശരി, ബുദ്ധിയായാലും ശരി, കഴിവുകളായാലും ശരി, ആക്ഷൻ എടുക്കാനുള്ള കഴിവായാലും ശരി, എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളായാലും ശരി, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ, പക്ഷെ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. ഫൈനാൻസിൻ്റെ കാര്യമായാലും ശരി, എല്ലാ തരത്തിലും നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കുന്നതായാലും ശരി, നിങ്ങളതെല്ലാം ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കുമോ, എനിക്ക് അതിനൊരു ഗ്രോത്ത് കിട്ടുമോ എന്നുള്ള ചില ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്യണ്ട എന്നാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, പേടിക്കരുത്, എന്തെങ്കിലും ചതിക്കപ്പെടും എന്നുള്ളൊരു, നമ്മളിപ്പോൾ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കാനുള്ളതാണെങ്കിൽ അത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നേരിടാൻ പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും നിങ്ങളെപ്പോഴും ഒരു ബാലൻസിൽ വെക്കാം. ഓക്കെ, അതായത് വേണ്ടവിടെ ഇമോഷണൽ ആവണം, വേണ്ടവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഓക്കെ, ഇമോഷണലായിട്ട് പേടിച്ച് മാത്രം ഇരുന്നാൽ ശരിയാവില്ല. ഓക്കെ, കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ കൂടി പഠിക്കണം. ഓക്കെ, വേണ്ടവിടെ വേണ്ട ആക്ഷൻസ് എടുക്കാനൊക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന രീതിയിലാണ്. ആൻഡ് ആക്ച്വലി അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കേണ്ട. നിങ്ങളുടെ ടാലൻസിലായാലും ശരി, നിങ്ങളുടെ കഴിവുകളിലായാലും ശരി, നിങ്ങളുടെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ബിസിനസ്സിലായാലും ശരി, എന്ത് തന്നെയായാലും, ജോലിയിലോ കരിയറിലോ എവിടെയായാലും, റിലേഷൻഷിപ്പിലായാലും ശരി, ഓക്കെ, എവിടെയായാലും നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചതിക്കപ്പെടും എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾ മാറി നിൽക്കണ്ട എന്നാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ അതിനെ മാറ്റി വെക്കേണ്ട, നിങ്ങളുടെ കഴിവുകളെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. മജീഷ്യൻ കാർഡ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ കഴിവുകൾ നിങ്ങൾ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളായിട്ടാണ് ഇവിടെ ഹോൾഡ് ബാക്ക് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾ ഫുള്ളി മനസ്സുകൊണ്ട് ഓപ്പണായിട്ട് നിങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറെടുക്കൂ. ആൻഡ് പക്ഷേ എപ്പോഴും ഒരു ബാലൻസ് വെക്കാൻ പഠിക്കണം. ഓക്കെ, എവിടെ ചെയ്യണം, എവിടെ ചെയ്യേണ്ട, എത്രത്തോളം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം കുറച്ച് മനസ്സിലാക്കും വേണം. ഓക്കെ, നമ്മൾ ഒരുപാട് വേറെ ആൾക്കാർ ഇപ്പം നിങ്ങളുടെ കൂടെ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരും അതേപോലെ എഫേർട്ട് ഇടുന്നുണ്ടോ, റിലേഷൻഷിപ്പിലാണെങ്കിൽ ശരി അവരും എഫേർട്ട് ഇടുന്നുണ്ടോ, എല്ലാം നോക്കണം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങളും ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗെയിൻ എനിക്ക് കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ കരിയറിലൊക്കെ ഗ്രോത്ത് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, യൂണിവേഴ്സ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങളെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചതിവ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എനർജീസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നുണ്ട് എവിടെയോ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കിയിട്ട് അതിനെ ഹോൾഡ് ബാക്ക് ചെയ്യലല്ല. ഓക്കെ, നമ്മൾ ആ മനസ്സിലാക്കിയ ആ ഒരു നോളജ് കൊണ്ട് ഓക്കെ നിങ്ങളുടെ നമ്മൾ പറയില്ലേ, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ആരെ ട്രസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണിപ്പോൾ. ഓക്കെ, അത് മനസ്സിലാക്കി നിങ്ങളിവിടെ ആക്ച്വലി ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം. മേ ബി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി ഉള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പായിട്ട് ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മാറ്റം സംഭവിക്കുമെന്ന് പറയാം. ഡെത്ത് ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. എനിക്ക് ഒരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞു ഞാൻ. സോ ഐ തിങ്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എഫേർട്ട് പ്രതീക്ഷിക്കാം. റിലേഷൻഷിപ്പിൻ്റെ എല്ലാം ഞാൻ ഇവിടെ പറയുന്നത് അല്ലാണ്ടും ഇപ്പോൾ ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവരും ഓക്കെ നിങ്ങൾ എന്ത് എഫേർട്ട് ഇടുന്നോ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിട്ടും പറയാം. ഓക്കെ, ചോയ്സസിൻ്റെ കാര്യമാണ്. നമ്മൾ ലവേഴ്സ് കാർഡ് പറയുമ്പോൾ ചോയ്സ് എന്ന് പറയും. ഓക്കെ, ചോയ്സസ് അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരും ചെയ്യും. ഇവിടെ പോസിറ്റീവ്നെസ്സിൻ്റെ സണ്ണുണ്ട്. ഓക്കെ, സോ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് വരും എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി കുറച്ച് ടൈം എടുത്തേക്കാം. ഓക്കെ, ടൈം എടുക്കും. അപ്പം നിങ്ങൾ പക്ഷെ അത് മാത്രമല്ല നിങ്ങളിടുന്ന എഫേർട്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫുൾ എഫേർട്ട് ഇടുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എല്ലാം പക്ഷെ നോക്കിയിട്ട് സൂക്ഷ്യം കണ്ടും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു എന്താ പറയുക, അനലൈസിങ് നിങ്ങൾ സ്വയം നടത്തുക കുറച്ചൊക്കെ. ഓക്കെ, നിങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്തതിന് ഇവിടെ ഒരു വളരെ പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കഴിവും നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളുമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് യെസ്, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ തിരിച്ച് നിങ്ങൾക്കും കിട്ടും എന്നാണ് പറയുന്നത്. 6 of Pentacles നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ എങ്കിൽ ഇനി തിരിച്ച് നിങ്ങൾക്കും കിട്ടാൻ തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ,
ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. സോ അതും ഒരു റീയൂണിയൻ എന്ന രീതിക്ക് പറയാം. ഒരു പേഴ്സണുമായിട്ട് ഇവിടെ ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. സോ കപ്പിൾ കാണുന്നുണ്ട്. എല്ലാ തരത്തിലും ലൈക്ക് ഈവൻ ഞാൻ പറഞ്ഞ പോലെ കരിയറിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ബിസിനസ്സിലാണെങ്കിലും ശരി, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ശരി, അതിലുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് വരുന്നതായിട്ട് പറയാം. സോ നല്ലൊരു മന്താണ്. ഓക്കെ, മേ ബി കുറച്ച് നിങ്ങൾക്ക് തോന്നാം ദാറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നാം. ഓക്കെ, ബട്ട് അതൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അവിടെ. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. എല്ലാം ഒന്ന് അറേഞ്ച് ആയിട്ട് വരണ്ടേ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹിച്ച ഒരു കാര്യം നേടണമെങ്കിൽ അതിൻ്റെതായ യൂണിവേഴ്സിന് സമയം എടുക്കില്ലേ എല്ലാം ചെയ്ത് ശരിയാക്കി കൊണ്ടുവരാൻ. ഓക്കെ, ആ സമയമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സമാധാനത്തിൽ പേഷ്യൻസോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് ഗൈഡൻസ് മെസ്സേജ് ഏപ്രിലേക്ക് ഫുൾ ആയിട്ട് ഇതൊരു ഫുൾ മന്തിൻ്റെ നമ്മൾ എത്ര ഞാൻ എടുക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു എടുക്കാം. പാഷൻ, യെസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവാം, ടാലൻസ് ഉണ്ടാവാം. ആൻഡ് ഗുഡ് ലക്ക്, വെരി ഗുഡ്. കമ്മിറ്റ്മെൻറ്റ്, യെസ്. ശരി. ആൻസേഴ്സ്, ഹോം, ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. ഒരു 1-2 കാർഡ്സ് കൂടി എടുത്തേക്കാം അല്ലേ, എന്തോ അങ്ങനെ തോന്നി എനിക്ക്. ബ്ലെസ്സിങ്സ്, സ്പിരിറ്റ് ഗൈഡ്. ഓക്കെ, ലവ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. പാട്ടോ ഡാൻസോ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മേ ബി അതിന് വേണ്ടി ഒരു ക്ലാസ് ജോയിൻ ചെയ്യുക. ഓക്കെ, പഠിക്കാൻ ചേരുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ലൈക്ക് ടാലൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജോലിയുടെ കാര്യത്തിലോ കരിയറിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈക്ക് നോളജ്, ഓക്കെ, അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പൈസ ചിലവാക്കേണ്ടതുണ്ടാവും. ഓക്കെ, അത് നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. ഫോളോ യുവർ പാഷൻ എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഗുഡ് ലക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലക്ക് വരും എന്ന രീതിക്ക് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഫൈനാൻഷ്യലും എല്ലാം നിങ്ങൾക്ക് ബെറ്റർ ആവുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്, റീകൺസിലേഷനും ഉണ്ട്. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യം ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് റീകൺസിലേഷനും ഒരു കമ്മിറ്റ്മെന്റും വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞു നിങ്ങൾ മാറണം. ഓക്കെ, നിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ഒരിക്കലും. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ടാലൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെയോ നിങ്ങളെ തന്നെയോ അങ്ങനെ അടിച്ചമർത്തേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണ് അത് അതുപോലെ തന്നെ ഇരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോഴേ അത് കണ്ടിഷ്ടപ്പെട്ട് വരുന്നവർ മതി എന്ന് തീരുമാനിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കമ്മിറ്റ്മെന്റ് ആൻഡ് റീകൺസിലേഷൻ രണ്ടുമുണ്ട്. റിലേഷൻഷിപ്പ് ചോദിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തന്നെ ഓക്കെ, ജോലിയുടെ അതിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെ ബ്ലെസ്സിങ്സ് ഉണ്ട് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിച്ച ആൻസേഴ്സ് യൂണിവേഴ്സ് തരും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉത്തരം തരും. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നുണ്ട് അഗെയിൻ സെയിം തിങ്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ലൈക്ക് തനിച്ചായി പോവോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ചതിവോ കളവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ആ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനൊക്കെ പകരം വേറെ യൂണിവേഴ്സ് നിങ്ങളെ റീപ്ലേസ് ചെയ്ത് തരും, പേടിക്കേണ്ട. ഓക്കെ, സോ അത് ചില ലെസൺസ് ആണെന്ന് മാത്രം. ചില കാര്യങ്ങൾ നടക്കുമ്പോഴേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു വഴിയായിട്ടാണ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ വിട്ടേക്കാം. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ലെസൺ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ ഇവിടെ ലവും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഈ മന്ത് ഒരു റീയൂണിയൻ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രതീക്ഷിക്കാം, കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ എല്ലാം കൊണ്ടും ഓവറോൾ നല്ല ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഈ മാസം. ഓക്കെ, പക്ഷെ കുറച്ച് നിങ്ങൾക്ക് തോന്നാം അധികം നീങ്ങുന്നില്ലല്ലോ കാര്യങ്ങൾ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ യൂണിവേഴ്സ് അവിടെ പിന്നിൽ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് സമയം കൊടുക്കുക, യൂണിവേഴ്സിന് ഒത്തിരി സമയം കൊടുക്കുക. ഓക്കെ, എല്ലാ ലൈനായിട്ട് വരട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.